ഇപ്പോൾ വലിയ മഴയൊന്നുമില്ല. പക്ഷെ നമ്മൾ എവിടേക്കെങ്കിലും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഭയങ്കര മഴയായിരിക്കും. ഞങ്ങൾക്കിന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും മെനക്കെട്ടില്ല. ഒരു ഓട്ടോയ്ക്കാണ് പോയത്. പാച്ചുവിന് മുന്നിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയേ. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ കുറേ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പാച്ചു ഇത് ആര് എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഈ സമയമൊക്കെ ഞാൻ പാച്ചു പാച്ചു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവൻ എന്നെ മൈൻഡേ ചെയ്യുന്നില്ല കേട്ടോ. അതല്ലേലും അങ്ങനെ പുറത്തിറങ്ങിയാൽ നമ്മളെയൊന്നും വേണ്ട. ഞങ്ങളിന്ന് രാവിലത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത്, അതായത് ഒരു 8:30യുടെ ടൈം. അങ്ങനെയാണെങ്കിൽ ഒത്തിരി ലേറ്റ് ആവത്തില്ല, നമുക്ക് ഒരു ദിവസം പോയി എന്നൊരു തോന്നലൊന്നും വരത്തില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അലോഷിക്ക് ഡയറക്റ്റ് ജോലിക്കും കയറാം. ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ അലോഷിയുടെ ഓഫീസും. പിന്നെ ഈ ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ ഇച്ചിരി ഫ്രീ ആയിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനമല്ലേ. പിന്നെ അവിടെ ചെന്ന ഉടനെ തന്നെ ഈ പാച്ചുവിൻ്റെ വൈറ്റൽസ് ചെക്ക് ചെയ്തു. അതായത് ഇങ്ങനെ ഹൈറ്റ്, വെയിറ്റ്, ടെമ്പറേച്ചർ എല്ലാം നോർമലായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവന് ബഡ്ജൊക്കെ കിട്ടി. ഞാനൊന്നും അത് പൊതുവെ കൊടുക്കാറില്ല. എപ്പോഴും അവനിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. കഴിക്കാനുള്ള എന്തെങ്കിലും ഫുഡ് കൊടുത്താലോ അത് കഴിക്കത്തുമില്ല. അതെങ്ങനെയാണ് ഇവർ മനസ്സിലാക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഞാനതെടുത്ത് അവൻ്റെ കയ്യെ കെട്ടിക്കൊടുത്തു. അവനങ്ങനെ വലിയ പ്രശ്നമൊന്നും കാണിച്ചില്ല, ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ പുള്ളിക്കൊരു വിഷമമായിരുന്നു രാവിലെ മുതൽ. അവനെ കൊണ്ടുപോകാതെ പോവുകയാണോ എന്നൊരു വിചാരമായിരുന്നു. അതുകൊണ്ട് റെഡിയാകാനേ സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും എന്തോ പണിയുണ്ടെന്ന്. പിന്നെ ഡോക്ടർ ഇച്ചിരി ബ്ലോക്കിൽ പെട്ടായിരിക്കുമായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ലേറ്റായി. പക്ഷെ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് അലോഷിയുടെ വക വഴക്കുണ്ടാവും, ഇങ്ങനെ നേരത്തെ ഇറങ്ങത്തില്ല, ലേറ്റാവും എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ പാച്ചു ഇവിടെ തന്നെ ഉണ്ടായത്. അപ്പോൾ വാക്സിൻ ഇതുവരെയും ഡോക്ടറെ കാണിച്ചതൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന വാക്സിൻ ഒരു ഫ്ലൂ വാക്സിൻ്റെ സെക്കൻഡ് ഡോസാണ്. വലിയ പേടിക്കാനോ പനിയോ ഒന്നും വരത്തില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡോക്ടറെ ആദ്യം കണ്ടിട്ട് വേണം നമുക്ക് വാക്സിൻ എടുക്കാൻ. പിന്നെ പൊതുവേ ഞാൻ എപ്പോഴും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരു നമുക്ക് കുറേ ഡൗട്ട്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ബുക്കിലൊക്കെ എഴുതി വയ്ക്കാറുണ്ട്, ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി. പക്ഷെ എപ്പോഴും ഞാനത് കൈ പിടിച്ചാലും ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകത്തില്ല. ഇപ്രാവശ്യം ഞാൻ എന്തായാലും കൈ പിടിച്ചു. ഡോക്ടറോട് എന്തായാലും ചോദിച്ചിട്ട് തന്നെ ഇത് നോക്കി വായിച്ചാലേ ഫുള്ള് ഡൗട്ട് തീരത്തുള്ളൂ. പക്ഷെ ഞാൻ എത്ര ഡൗട്ട് ചോദിച്ചിട്ടും എൻ്റെ ഡൗട്ട് തീർന്നേയില്ല. അതായത് ബുക്കിലെ ഡൗട്ട്സ് ഞാൻ എന്നിട്ടും ചില പോയിൻറ്റ്സൊക്കെ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഡോക്ടറെ കണ്ടു, തിരിച്ചിറങ്ങി. ഡോക്ടർ പറഞ്ഞു ഇനി മുതൽ അവൻ ഇച്ചിരി ഫിഷും ചിക്കനൊക്കെ ഇച്ചിരി കൊടുക്കാൻ, അവൻ ചവച്ച് പഠിപ്പിക്കാൻ. അവന് എന്തെങ്കിലും കൊടുക്കുമ്പോഴേക്കും അവനിങ്ങനെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും. അതവന് ഇങ്ങനെ ഇറക്കി പഠിച്ചിട്ടേ അവനത് മതി. പിന്നെ ഞങ്ങളെ വാക്സിൻ എടുക്കാൻ വേണ്ടി വിട്ടു. വാക്സിൻ്റെ അവിടെ തന്നെ നമുക്കൊരു ചെറിയ ചാപ്പലുണ്ട്. ഞങ്ങൾ പൊതുവെ വാക്സിൻ എടുത്തിട്ട് ആ ചാപ്പലിൽ കയറിയിരിക്കും, അതാ പതിവ്. കയ്യിലാണോ കൊടുത്തേ? ഈ അവിടുത്തെ സിസ്റ്റർമാർ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഭയങ്കര സൂപ്പറായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെയൊക്കെ. ഇങ്ങനെ ഒത്തിരി കരയിപ്പിക്കത്തൊന്നുമില്ല. പിന്നെ അതിൻ്റെ വേദന കാരണമെന്ന് തോന്നുന്നു പെട്ടെന്ന് അങ്ങ് ഉറങ്ങി. പിന്നെ എപ്പോഴും വാക്സിൻ എടുക്കാൻ അലോഷിയെ തന്നെയാണ് ഞാൻ വിടാറ്. ഞാനതങ്ങ് അലോഷിയെ പഠിപ്പിച്ചൊരു ശീലമാണ്. പിന്നെ ഞങ്ങൾ ഇന്ന് ഇപ്രാവശ്യം പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്, ഹോസ്പിറ്റലിൽ നിന്ന് കഴിച്ചില്ല. അവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ പുറത്ത്, അലോഷി എപ്പോഴും പറയും പുറത്തൊരു ഹോട്ടലുണ്ട് അവിടെ പോവാം നമുക്ക് ഇപ്രാവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹോട്ടലിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ അവന് പാച്ചുവിന് അവിടുത്തെ വ്യൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവനത് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനും മര്യാദയ്ക്ക് പറ്റി. പിന്നെ അവന് ഫുഡൊക്കെ ഞാൻ എടുത്തായിരുന്നു, പക്ഷെ അതൊന്നും അവന് വിശപ്പ് വന്നില്ല. കാരണം ആവശ്യത്തിനുള്ള ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഒത്തിരി സമയമൊന്നും ആയില്ലായിരുന്നു. അവന് പിന്നെ ആ പെയിനൊക്കെ മാറിയെന്ന് തോന്നുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്.